മലയാള സിനിമയിൽ വളരെ പ്രതീക്ഷയുള്ള ഒരുപാട് നടിമാർ ഉണ്ടെങ്കിൽ പോലും അവരുടെ കാലിബർ അല്ലെങ്കിൽ അവരുടെ വേഴ്സിറ്റാലിറ്റി പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടാറുണ്ട്. അപ്പൊ പറയണോ പഠിച്ചിട്ട് വരുന്നല്ല, ഞാൻ പഠിച്ചിട്ട് വരാന്ന് വിചാരിച്ചേ. ഇത് മറ്റേ റെയിൽവേ സ്റ്റേഷനിലൊക്കെ അനൗൺസ്മെന്റ് ഉണ്ടാവില്ല, ട്രെയിൻ നമ്പർ മാത്രം മാറ്റുന്ന അങ്ങനത്തെ ഒരു ഐറ്റം ആണത്. രാജേട്ടന് കുറച്ച് സ്ലോ മോഷൻ ഷോട്ടുകൾ ഉണ്ടായിരുന്നു. മറ്റേ വാഴ നനയുമ്പോൾ ചീര നനയുന്ന പോലെ എനിക്കും. ഞങ്ങൾ ഞാൻ ബേസിലാണ് ഉണ്ടോ തനിക്കുണ്ടോ സ്ലോ മോഷൻ എനിക്കുണ്ട്. ഏറ്റവും സംഭവം എന്ന് വെച്ചാൽ ഞാൻ ജനിച്ച വർഷമാണ് നന്ദനം വരെ റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇതിനകത്ത് എത്തുമ്പോഴും ഫസ്റ്റ് ടൈമാണ് ഞാൻ അയ്യൂരിന്റെ കൂടെ അഭിനയിക്കുന്നത്. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ അപ്പോഴൊന്നും സിനിമയൊന്നും കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നില്ല നേരിട്ടൊരു സിനിമയൊക്കെ ചെയ്യാൻ പറ്റും എന്ന്. ജനിച്ചിട്ടല്ലേ ഉള്ളൂ. ബേസിക്കലി എന്ത് പറയുമ്പോഴേ തഗ്ലി സ്വഭാവം ഉണ്ടല്ലോ. പക്ഷെ അതൊന്നും ഇതുവരെ അതൊന്നും അങ്ങനെ സിനിമകളിൽ അധികം ഉപയോഗിച്ച് കണ്ടിട്ടില്ലല്ലോ. പുള്ളി അഭിനയിക്കുന്നില്ല. അതല്ല നിഖില ഉപയോഗിച്ച് കണ്ടിട്ടില്ലല്ലോ. അത് ഗുരുവായൂർ അമ്പലനടയിൽ യൂസ് ചെയ്യും. ഇല്ല. അതായത് ഭയങ്കര ഫ്രജൈൽ ആയിട്ടുള്ള ഭയങ്കര ഫ്ലോഡ് ആയിട്ടുള്ള രണ്ടാമത്തെ പച്ച മലയാളത്തിൽ പറഞ്ഞ രണ്ട് മണ്ടന്മാരാണ്. മണ്ടന്മാരായിട്ട് അഭിനയിക്കുകയല്ല, സിറ്റുവേഷൻസ് ഓഡിയൻസിന് കാണുമ്പോൾ കോമഡി സിനിമകൾ റിലീസ് ആകുമ്പോൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് ഈ പായസം കുടിക്കുമ്പോൾ അതിൽ കാഷ്യൂനറ്റ് ഒക്കെ കിട്ടുന്ന ഒരു സന്തോഷമാണ്. ചിലർക്ക് അത് ഇഷ്ടമല്ലേ, അതിപ്പം പ്രൊമോഷൻ ആയാലും എവിടെ പോലും നമുക്ക് അത് കാണാൻ പറ്റും. കാരണം ഇതുവരെ കാണാത്ത നമുക്ക് രാജുവേട്ടനെ നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റും പലപ്പോഴും. ഓരോരുത്തരായിട്ട് ചോദിച്ചോട്ടെ, ആദ്യമായിട്ട് ഗുരുവായൂർ അമ്പലനടയിൽ ഷൂട്ട് ചെയ്ത സീൻ ഏതാണ്? ഞങ്ങളെ പൂജ കഴിഞ്ഞപ്പോൾ ആദ്യം തുടങ്ങിയത് മറ്റേ കല്യാണക്കുറി അടിക്കുന്നത്. അതാണ് ഈ പടം ഇത്ര നീണ്ടുപോയത്. നിഖില അങ്ങനെ മറ്റു കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാത്തത് ഈ കാര്യം മര്യാദയ്ക്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണോ അതോ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ കഴിവില്ലാത്തതുകൊണ്ട്? സമ്മതിച്ച്. അനശ്വരയെ പറ്റിയും കൂടെ ഞാൻ ചോദിക്കണോ? അനശ്വരി ഇതുപോലെ ചെയ്യാത്തത് കഴിവില്ലാത്തതുകൊണ്ടാണോ? പറ്റി ചോദിച്ചു, പറ്റിയും കൂടെ ചോദിക്കും. ജോഫിന്റെ പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അനശ്വരയെ പറ്റി രണ്ടു വാക്ക്. എന്നോടല്ല. ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ബേസിൽ. ശരിക്കും പൃഥ്വിരാജ് ബേസിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കുന്നത്? അത് ബേസിൽ എപ്പോഴും ഹാപ്പിയാണ്. ഞാൻ ബേസിൽ അങ്ങനെ CM വിളിച്ച